പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഏവർക്കും സ്വാഗതം. ഇമ്മാനുവേൽ പ്രയർ മിഷൻ്റെ ഉറവെന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സ്നേഹമുള്ള വിശ്വാസികളെ, എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാ ദിവസവും പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കൃപയാൽ ഞങ്ങൾക്ക് ലഭിക്കപ്പെടുന്ന വലിയൊരു അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. 2020-21 വർഷങ്ങൾ വളരെ ഭയാനകവും വേദനാജനകവുമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയാണ്. കോവിഡിൻ്റെ മഹാമാരി ലക്ഷക്കണക്കിന് ആളുകൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുകയും കോടിക്കണക്കിന് ആളുകൾ രോഗികളായി മാറുകയും ചെയ്ത അനുഭവം നമുക്ക് കാണാം. നമ്മുടെ കൊച്ചു കേരളത്തിലും അതിശക്തമെങ്കിലും ദൈവം ഇവിടെയായിട്ട് ഓരോ പ്രിയപ്പെട്ടവരെയും കാക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പല പ്രിയപ്പെട്ടവരും ജോലിയോടുള്ള ബന്ധത്തിൽ സ്വന്തം ദേശം വിട്ട്, നാട് വിട്ട്, മാതാപിതാക്കളെ വിട്ട്, ഭാര്യ കുഞ്ഞുങ്ങളെയൊക്കെ വിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എങ്കിലും ദൈവം അവിടെ ഇവിടെയായി ദൈവം ഓരോ പ്രിയപ്പെട്ടവരെയും കരുതിക്കൊണ്ടിരിക്കുന്ന വലിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ സമയം ആശംസിക്കുകയും അതോടൊപ്പം ആശ്വാസവാക്കുകളാൽ പ്രിയപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യമേകുന്ന വചനത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഒരവസരം കൂടെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു തിരുവചന ഭാഗം ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദ ഭാഗമാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ്. അതിന് അവൻ, ഈ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിക്കുന്നത്. ഞാൻ ഇതിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുകയാണെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ല എങ്കിൽ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അനേക ദൈവദാസന്മാരിലൂടെ അനവധി പ്രാവശ്യം വായിച്ചു കേൾക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ്. ഈ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ധാരാളം ആത്മീയമായിരിക്കുന്ന അറിവുകളും ആത്മീയമായിരിക്കുന്ന ചിന്തകളും ദൈവികമായ ദർശനങ്ങളും ഒക്കെ പ്രാപിക്കുവാനായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മെ സഹായിച്ചിട്ടുണ്ട്. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടതായ വ്യക്തികളാണ് പ്രവാചകന്മാർ. ദൈവത്തോട് കൂടെ നിന്ന് ദൈവത്തിൻ്റെ ശബ്ദം തൻ്റെ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുകയാണ്. അനേക പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ചെറിയ പ്രവാചകന്മാരും വലിയ പ്രവാചകന്മാരും അറിയപ്പെടുന്ന അനേക ഭൃത്യന്മാരുണ്ട്. ദർശനമുള്ള ദൈവദാസന്മാരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. തീ കത്തിക്കുന്ന ദൈവദാസന്മാരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. തോടുകൾ വറ്റിപ്പോകുന്ന ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം തൻ്റെ ജനങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന വ്യക്തികളാണ് പ്രവാചകന്മാർ. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു ഏലിയാവ്. ഏലിയാവ് കുറച്ച് കാലഘട്ടം മാത്രമായിരുന്നു ശുശ്രൂഷയെങ്കിലും തൻ്റെതായ ശുശ്രൂഷ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ശുശ്രൂഷകളായിരുന്നു. അത് അനേക ഹൃദയങ്ങളിൽ നിന്നും മാഞ്ഞു പോകാതെ മാറിപ്പോകാതെ നിലകൊള്ളുന്ന ഒരു ചിത്രമായിട്ട് മാറി. കാരണം തൻ്റെ ശുശ്രൂഷ അതായിരുന്നു. ഏലിയാവിൻ്റെ ശുശ്രൂഷകൾക്ക് ശേഷം താൻ ഒരു ശിഷ്യനെ തിരഞ്ഞെടുക്കുന്നുണ്ട്, എലീശ. യഹോവയായിരിക്കുന്ന ദൈവം തന്നോട് പറഞ്ഞു, ഇനിയുള്ള കാലം നിന്നെ ശുശ്രൂഷ അനന്തരം തൻ്റെ ശിഷ്യനെ ഏൽപ്പിക്കുകയും അതിനുശേഷം ഞാൻ നിന്നെ സ്വർഗത്തിലേക്ക് എടുക്കുകയും ചെയ്യും. ഈ ദർശനവും ഈ അറിവും ലഭിക്കപ്പെട്ടതായ ഏലിയാവ് തന്റെ ശിഷ്യനോട് പറഞ്ഞു, നീ ഇവിടെ പാർത്തുകൊള്ളുക, യഹോവ എന്നെ എടുക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞു.
അപ്പോൾ ആ ദൈവത്തിൻ്റെ ദാസനോട് തൻ്റെ ശിഷ്യൻ പറയുകയാണ്, യഹോവയാണ്, നീയാണ്, ഞാനും നിന്റെ കൂടെ പോരും. പ്രയാസമുള്ള സ്ഥലങ്ങളിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. നമുക്കറിയാം, ബേഥേലിൽ കൂടെ സഞ്ചരിച്ചു, യെരിഹോയിലൂടെ സഞ്ചരിച്ചു, പിന്നെ യോർദാൻ കടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ശിഷ്യന് പിന്നാലെ കടന്നു പോവുകയാണ്. 3 ഘട്ടങ്ങളിലൂടെ അവർ കടന്നുപോയി. ആ ദൈവികമായിരിക്കുന്ന ദർശനം പ്രാപിച്ചതായിരിക്കുന്ന ദൈവദാസന്റെ അരുമശിഷ്യൻ എലീശ പറയുകയാണ്, ഞാൻ നിന്റെ കൂടെ പോരും. അങ്ങനെ തൻ്റെ ശിഷ്യൻ കൂടെ കടന്നു പോകുമ്പോൾ ഒരു മരുഭൂമിയിലെത്തുകയും അപ്പോൾ എലിയാവ് ചോദിച്ചു, നീ ഇത്ര താല്പര്യത്തോടുകൂടെ, ഇത്ര പ്രയാസത്തോടുകൂടെ എന്നെ നീ അനുഗമിക്കുന്നുണ്ടല്ലോ, നിന്റെ എന്താണ് നീ ആഗ്രഹിക്കുന്നത്? എന്നിൽ നിന്ന് നീ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ തൻ്റെ ശിഷ്യൻ പറഞ്ഞത്, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. അനന്തരം ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്, തുടർന്നുള്ള യാത്രയ്ക്ക് വേണ്ടിയാണ്. അപ്പോഴാണ് ദൈവദാസൻ പറഞ്ഞത്, നീ പ്രയാസമുള്ള കാര്യമാണല്ലോ ചോദിച്ചത് എന്ന്. നമ്മുടെ ക്രിസ്തീയ ജീവിതം പ്രയാസമുള്ള ജീവിതമാണ്. ഈ പ്രയാസമുള്ളതായ ജീവിതത്തിൽ നാം മുന്നോട്ട് കടന്നു പോകുമ്പോൾ പല അനുഭവങ്ങളിലൂടെ നമ്മൾ പലതും നേടിയെടുത്തിട്ടുണ്ട്. പല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പലതും നമ്മുടെ ജീവിതത്തിൽ പുതുവഴികളായി തുറക്കപ്പെട്ടിട്ടുണ്ട്. തൻ്റെ ശിഷ്യൻ ഇത്രമാത്രം താല്പര്യത്തോടുകൂടെ കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന ചില ഗുണങ്ങളും സവിശേഷതകളുമുണ്ട്. ഒന്ന്, ഒരു സുവിശേഷ വേലയിലായിരിക്കുന്ന, പ്രവാചകനായിരിക്കുന്ന, ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്റെ ക്വാളിഫിക്കേഷൻ, തനിക്ക് ലഭിക്കപ്പെട്ടതായ അറിവുകൾ എന്താണ്? ഒന്ന്, വിളിക്കപ്പെട്ടവനായിരിക്കണം. കർത്താവിനാൽ വിളിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. 2, സമർപ്പണമുള്ള വ്യക്തിയായിരിക്കണം. വിളി മാത്രം പോരാ, സമർപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. യഹോവേ, എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന, ഇതാ ഞാൻ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു സമർപ്പണ ശുശ്രൂഷ ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, എല്ലാം നേടിയെടുക്കാൻ പ്രാപ്തനായ മനുഷ്യനായിരിക്കണം. ഏത് പ്രതികൂലത്തെയും തരണം ചെയ്ത് മുന്നോട്ട് കടന്നു പോകാൻ ആവശ്യമായ ദൈവികമായ കഴിവും പ്രാപ്തിയും ആ മനുഷ്യനുണ്ടായിരിക്കണം. മറ്റൊന്ന്, എല്ലാം മറക്കുന്ന ശുശ്രൂഷയായിരിക്കണം. അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പൗലോസ് അതാണ് പറയുന്നത്, പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് മുൻപിലുള്ളതിനെ പിടിക്കാമോ എന്ന് വിചാരിച്ചുകൊണ്ട് ക്രിസ്തേശുവിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. അപ്പോൾ ചിലതൊക്കെ മറക്കണം ശുശ്രൂഷയിൽ. അപ്പോൾ മറ്റൊന്ന്, പ്രാർത്ഥനാ ജീവിതമുള്ള അനുഭവം ഉണ്ടായിരിക്കണം. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ലഭിക്കപ്പെടേണ്ടത് ഒന്ന്, വിളിയുള്ളവരാണ്, സമർപ്പണമുള്ളവരാണ്, മറക്കുന്നവരാണ്, എല്ലാം നേടിയെടുക്കുവാനുള്ളതായിരിക്കുന്ന ഒരു മനസ്സ്, വിശ്വാസം നമ്മളിൽ സംക്ഷിപ്തമായിരിക്കണം. മറ്റൊന്ന്, എല്ലാ പ്രാർത്ഥനയോടുകൂടെ കാണുന്ന വ്യക്തിയായിരിക്കണം. പ്രാർത്ഥന. അതുകൊണ്ട് കർത്താവായ യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, എൻ്റെ നാമത്തിൽ നിങ്ങൾ 2 പേര് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. കിട്ടാത്ത ഒരു കാര്യങ്ങളുമില്ല, എല്ലാം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ലഭിക്കപ്പെടണമെങ്കിൽ നമ്മൾ എപ്രകാരമായിരിക്കണം? 1-2 വാക്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. ആ വാക്യങ്ങൾ ഇങ്ങനെയാണ്. സങ്കീർത്തനം 20:4. 1, ഹൃദയത്തിലെ ആഗ്രഹം ഞാൻ നിനക്ക് തരും. അപ്പോൾ ഒരാഗ്രഹവുമായിട്ടാണ് ദൈവദാസൻ ഇപ്പോൾ ഏലിയാവിനെ സമീപിച്ചിരിക്കുന്നത്. എനിക്ക് ആ ഇരട്ടി പങ്ക് വേണം. 1, ഹൃദയത്തിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നതാണ്, ഹൃദയത്തിലെ ആഗ്രഹം ഞാൻ നിനക്ക് തരും എന്നാണ്. വേദപുസ്തകത്തിൽ ഒരുപാട് ആളുകൾ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രയാസമുള്ള കാര്യമാണെങ്കിലും ആഗ്രഹങ്ങളുണ്ട്. പ്രയാസമുള്ള കാര്യമാണെങ്കിലും ലഭിക്കപ്പെടണമെന്ന് ആശിക്കുന്നവരുണ്ട്. ഈ ആശകൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് പ്രാർത്ഥനയിൽ നാം ഒരുമിച്ച് മുന്നോട്ട് കടന്നു വരുന്നത്. ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ആവശ്യമായ ദൈവികമായ കൃപകൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായി ഇരിക്കുന്നു. ഇത് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് പ്രതികൂലങ്ങളെ നമുക്ക് തരണം ചെയ്യേണ്ടത് ആവശ്യമാണ്. മറ്റൊന്ന്, തൻ്റെ 33-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, തൻ്റെ ദാസന്മാരുടെ മേൽ കടാക്ഷമുണ്ട്, ദൃഷ്ടിയുണ്ട്. അവൻ ദൃഷ്ടി വെച്ചാലോചന പറയുന്ന ദൈവമാണ്. അതുകൊണ്ട് ഒരിക്കൽ ദാവീദ് ഇങ്ങനെ പറയുകയുണ്ടായി, ഞാൻ ഭൂമിയുടെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെ നീയുണ്ട്, പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെ നീയുണ്ട്, നിന്നെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല.
നിന്നെ പിരിഞ്ഞെനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എൻ്റെ ഗമനങ്ങളെ നീ അറിയുന്നു, എൻ്റെ നിരൂപണത്തെ നീ അറിയുന്നു, എൻ്റെ ചിന്തകളെ അറിയുന്നു. നിന്നെ മറച്ചെനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. യഹോവേ, നീ എന്നെ ശോധന ചെയ്യുന്നു, എന്നടപ്പും ഇരുപ്പും നീ അറിയുന്നു. യഹോവേ, യഹോവേ, നീ എല്ലാം അറിയുന്നു. നിന്നെ മറച്ചെനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതാണ്. അപ്പോൾ ദൈവസ്ഥലിലേക്ക് കടന്നു വരുമ്പോൾ തൻ്റെ ഭക്തന്മാരുടെ മേൽ അവൻ്റെ ദൃഷ്ടിയുണ്ട്, ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. ഇതുമായിട്ടാണ് നാം കടന്നു വരുന്നത്. ഇപ്രകാരമായിരിക്കണം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ സഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. സ്തോത്രം, സ്തോത്രം. ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ട്. കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, വേദനിക്കുന്നവർക്ക് വേണ്ടി, ദുഃഖം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന പത്രോസ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ സഭ പ്രാർത്ഥിക്കുകയാണ്. ഒരു ദൈവദാസന്റെ വിടുതലിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, ഒരു ദൈവദാസന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം. അത് കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും എന്ത് യാചിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്നത് തരാൻ പോകുകയാണ്, നിങ്ങൾ ചിന്തിക്കുന്നത് തരാൻ പോകുകയാണ്. അത് നമ്മുടെ ആഗ്രഹങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ അതിനെ സ്വായത്തമാക്കാൻ കഴിയണം, അതൊരനുഗ്രഹമായി മാറണം. അപ്പോഴാണ് നമുക്ക് സന്തോഷം നമുക്കുണ്ടാകുന്നത്. ഈ വിടുതലുണ്ടാകുമ്പോൾ പാട്ടുകാരനൊക്കെ പാടുമല്ലോ, സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ, തൻ ജനത്തിൻ കരച്ചിൽ കേട്ടു മനസ്സലിയും കാതുള്ളോനവൻ, സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. നമുക്ക് ലഭിക്കപ്പെടുമ്പോൾ നാം അറിയാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അങ്ങനെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. നമുക്ക് ലഭിക്കപ്പെട്ട് കഴിയുമ്പോൾ മാത്രം പോരാ, എന്നും ആ ദൈവസന്നിധിയിൽ നന്ദി ഉണ്ടായിരിക്കണം. ദാവീദ് പറഞ്ഞത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. എപ്പോഴും, ഒരു നേരമെന്നല്ല, എപ്പോഴും എന്നെ നടത്തുമ്പോഴൊക്കെയും ഞാൻ എഴുന്നേൽക്കുമ്പോഴൊക്കെയും ഞാൻ നിന്നെ സ്തുതിക്കുകയാണ്. ഇതുപോലൊരു പ്രഭാതം നമ്മൾ കടുത്തിയിടുന്നു മനമേ. ഇതുപോലൊരു പ്രഭാതം നമുക്ക് അടുത്തിരിക്കുകയാണ്. ഓരോ ഉദയ സൂര്യനും നമുക്കായിട്ട് കടന്നു വരുമ്പോൾ നാം ഉണരുകയാണ്. എത്രയോ പേർ, പ്രിയപ്പെട്ടവർ മൺമറഞ്ഞു പോയി. പ്രിയപ്പെട്ടവര് ഈ കോവിഡിന്റെ വ്യാപനം കൊണ്ട് എത്രയോ ചെറുപ്പക്കാർ, എത്രയോ പ്രായമുള്ളവർ, എത്രയോ മധ്യഘട്ടത്തിൽ പ്രായമായിരിക്കുന്നവർ. ആ ദൈവസ്നേഹത്തിന്റെ മുൻപിൽ നാം വിനയപ്പെടുക. നമ്മെ വിളിച്ച വിളിയെ നമ്മൾ ഓർക്കുക, തെരഞ്ഞെടുപ്പ് ഓർക്കുക. എത്രയോ ആളുകളുണ്ടായിട്ട് ദൈവം നമ്മെ തേടി വന്നു, ദൈവം നമ്മെ സ്നേഹിച്ചു. അവന്റെ ദൃഷ്ടി എൻ്റെ മേലുണ്ട്. പ്രിയമുള്ളവരെ, അവന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. എൻ്റെ ഗമനത്തെയും ആഗമനത്തെയും അനുഗ്രഹിക്കണമേ എന്ന് ദാവീദ് പറഞ്ഞു. എന്നെ നീ സ്ഥിരപ്പെടുത്തണമേ എന്ന് ദാവീദ് പറഞ്ഞു. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന എലീശ ഒരാഗ്രഹവുമായിട്ട് കടന്നു വന്നു. തൻ്റെ ഭക്തന്മാരുടെ മേൽ ദൃഷ്ടി വെക്കുന്നവൻ തൻ്റെ മേൽ ദൃഷ്ടി വെച്ചു. തൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, തൻ്റെ യാചന കേട്ടു. സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ ദൈവദാസൻ കണ്ടു. എൻ്റെ പിതാവേ എന്ന് ഉറക്കം വിളിച്ചപ്പോൾ ഏലിയാവിൻ്റെ കയ്യിലിരുന്ന പുതപ്പ് തനിക്ക് ലഭിക്കപ്പെട്ടു. പ്രയാസമുള്ളൊരു കാര്യമാണ് ചോദിച്ചതെങ്കിലും തനിക്കത് ലഭിക്കപ്പെട്ടു. നമ്മളിന്ന് പകൽക്കാലം പല പ്രയാസമുള്ള കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. ഭവനത്തെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുന്നു, മക്കളെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുന്നു, വീടിനെക്കുറിച്ച്, പുതിയ വീടിനെക്കുറിച്ച്, സ്ഥലത്തെക്കുറിച്ച്, ജീവിതത്തിൽ ഒരുപാട് എണ്ണിയാൽ തീരാത്ത അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ പ്രയാസമുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്, പ്രയാസമുള്ള വഴികളിലാണ് നടന്നത്, പ്രയാസമുള്ള ചിന്തകളായിരുന്നു. പക്ഷെ അതിനൊക്കെയും നിരപ്പാക്കി പൊതുവഴികളിലൂടെ നടത്തുവാൻ ശക്തനായ ദൈവത്തിൻ്റെ മഹനീയമായ കരങ്ങൾ നമ്മെ താങ്ങിയിരുന്നു. അതിനെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവം ഈ വചനങ്ങളാൽ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ഈ എലീശ നേടിയതുപോലെ പ്രാർത്ഥനയിലൂടെ നമുക്ക് ചിലതൊക്കെ നേടാം. നമ്മുടെ ഭവനത്തിന് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി,
വരുന്നൊരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെ നമുക്കെടുത്തു വരാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആഴ്ചയിൽ ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, വിവാഹം വാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, വാർദ്ധക്യത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഒരുപാട് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട നമ്മുടെ കൂട്ടായ്മയിലുള്ള ഞാൻ കടന്നു പോകുന്ന ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരുണ്ട്, എന്നെ പരിചയപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയിൽ കൂടെ അളവില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകുന്നതായിരിക്കുന്ന ഓരോ പ്രഭാതത്തിനും ഓരോ രാത്രികൾക്കും നന്ദി പറയുന്നു. ആരോഗ്യം ബലവുമായി സുമെല്ലാം തന്നതിനായി സ്തോത്രം. കർത്താവെ, ജോലിക്കായിട്ട് വിദേശത്ത് കടന്നു പോയിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഓരോരുത്തർ പ്രാർത്ഥിക്കുന്നു. അമേരിക്കയിലുള്ള പ്രിയപ്പെട്ടവരുണ്ട്, കർത്താവെ, ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രിയപ്പെട്ടവരുണ്ട്, വിവിധ പേർഷ്യൻ രാജ്യങ്ങളിലുള്ള പ്രിയപ്പെട്ടവരുണ്ട്, വടക്കേ ഇന്ത്യയിലുള്ള പ്രിയപ്പെട്ടവരുണ്ട്, കേരളത്തിലുള്ളവരുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതിയ അധ്യയന വർഷം ആരംഭിച്ചു. പഠിക്കാൻ ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമാറാകണമേ. രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സൗഖ്യമാക്കണമേ. കോവിഡിന്റെ ഭാരത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കണമേ. കർത്താവ്, മരണക്കിടക്കയിൽ നിന്ന് അവരെ വിടുവിക്കുമാറാകണമേ. കർത്താവിൻ്റെ സകല നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജന്മദിനം ആഘോഷിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹം വാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ചാരത്തും ദൂരെയുമായിട്ട് ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ, പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൃപ നൽകിയല്ലോ. പിന്നെയും ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകണം. വേർപാടിൻ്റെ ദുഃഖമുള്ളവരുണ്ട്, വേദനയുള്ളവരുണ്ട്, ഭാരമുള്ളവരുണ്ട്, പ്രയാസമുള്ളവരുണ്ട്. അവരെല്ലാം ആശ്വസിപ്പിക്കുമാറാകണം. ദൈവദാസനായിരിക്കുന്ന ഏലിയാവിൻ്റെ യാത്രയിൽ അനുഗമിച്ച എലീശ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചതുപോലെ ഈ നാളുകളിൽ ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുമായി യാത്ര ചെയ്യുന്നവരുണ്ട്. ഭവനത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, രോഗത്തെക്കുറിച്ച് വിവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെ ദൈവം ആശ്വസിപ്പിക്കണം, അവരെ ദൈവം പ്രവർത്തിക്കണം. അവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കി കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും അതിനായി ഒരുക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം ഓരോരുത്തരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ ആശ്വാസം എല്ലാ പ്രിയപ്പെട്ടവർക്കും ലഭിക്കപ്പെടുമാറാകട്ടെ. ദൈവ നാമത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചൂരച്ചെടിയിൻ കീഴിലും നിൻ സാന്നിധ്യമരുളും നാഥനേ, നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ ആഴിയിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. പത്രോസ് വെള്ളത്തിൽ താണുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു വലങ്കരത്തിൽ പിടിച്ചുയർത്തി. അതാണ് യേശുവിന്റെ സ്നേഹം. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താൽ എന്നാവു വരളുമ്പോൾ ആഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവൻ എന്നാത്മദാഹം തീർത്തിടും. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താൽ എന്നാവു വരളുമ്പോൾ ആഗാറിൻ
കേട്ടവനാത്മദാഹം തീർത്തിടും. നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ ആഴിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. സകലത്തിന്റെ ഉടയവനും സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയാകുന്ന യേശുവിനെ ആരാധിക്കുന്നു. ചതഞ്ഞ ഓടയൊടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എൻ്റെ യേശു. ചതഞ്ഞ ഓടയൊടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എൻ്റെ യേശു. നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ ആഴിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചൂരച്ചെടിയിൻ കീഴിലും നിൻ സാന്നിധ്യമരുളും നാഥനേ, നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ തീയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ തീയിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുന്ന ദൈവമാണ് ഞാൻ. നീ വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ വെള്ളം നിന്റെ മേൽ കവിഞ്ഞൂടാതെ വണ്ണം ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്ന് വെള്ളത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് രക്ഷിക്കുന്ന ഒരു ദൈവമാണ് ഞാൻ. അതുകൊണ്ട് ഈ കഠിനമേറിയ പരിശോധന ഘട്ടങ്ങളിൽ, ഈ ഞെരുക്കത്തിന്റെ സാഹചര്യങ്ങളിൽ, ഒറ്റപ്പെട്ട ഈ സാഹചര്യങ്ങളിൽ ആഗ്രഹിക്കുന്ന പലതും ലഭിക്കാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ പൈതലേ, നീ ഒരിക്കലും ഭാരപ്പെട്ടു പോകരുത്. യേശു ക്രിസ്തു പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, യുഗ അവസാനത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നാണ് യേശു കർത്താവ് വർണ്ണിച്ച് ചെയ്യാനിടയായത്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ വാഗ്ദത്തം നൽകി എന്നും കൂടെയിരിക്കാമെന്ന് അരുളി ചെയ്ത ഒരു ദൈവത്തെ നമുക്ക് ഈ ഭൂമിയിൽ കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് ഭാരപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.